ഹലോ മക്കളെ, മൂവിംഗ് ചാർട്സ് ആൻഡ് മാഗ്നറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ആംപിയർ സർക്യൂട്ടുകൾ എന്ന് വളരെ ഭംഗിയായിട്ട് പഠിച്ചായിരുന്നു. ഇനി നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് പഠിക്കാൻ പോണത്. നമ്മൾ അതിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് പഠിക്കാൻ പോണത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കാൻ പോവുകയാണ്. സോ ഇതൊരു ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതിലൂടെ ഐ എന്ന് പറയുന്ന ഒരു കറന്റ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതിന് ചുറ്റും ഉറപ്പായിട്ടുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഞാനൊരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, പോയിന്റ് പി. സോ ഈ പോയിന്റ് പിയിൽ ബി എന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യും. എനിക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നമ്മൾ ബയോട്ട് സവാർഡ് ലോ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കറണ്ട് എലമെന്റ് എടുക്കണം, കറണ്ട് എലമെന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും, പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഒരു ലോങ് സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നതിന് പകരമായിട്ട് ബയോട്ട് സവാർഡിലൂടെ സിംപ്ലിഫൈഡ് ഫോമായ ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഈ ആംപിയർ സർക്യൂട്ട് ലോ എന്താണ് പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഒരു ഇമാജിനറി ആംപിയർ ലൂപ്പിനെ കൺസിഡർ ചെയ്യണം. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഏത് കറണ്ട് ആണോ ആ കറണ്ട് ആംപിയർ ലൂപ്പിന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയും വേണം. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു, സർ ഇതാണ് നമ്മുടെ ആംപിയർ ലൂപ്പ്. ഇവിടെ രണ്ട് കാര്യവും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ആംപിയർ ലൂപ്പിന്റെ ഭാഗമാണ്. അതുപോലെ ഏത് കറണ്ട് ആണോ ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത് ആ കറണ്ട് ആംപിയർ ലൂപ്പിന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആംപിയർ ലൂപ്പിന്റെ ഒരു ചെറിയ സെക്ഷൻ ആണ് ഡി എൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആംപിയർ ലൂപ്പ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷനെ അംഗീകരിക്കും. ഇതാണ് നമ്മുടെ ആംപിയർ സർക്യൂട്ട് ലോ, ബി ഡോട്ട് ഡി എൽ which is equal to mu 0 times of I enclosed. മക്കളെ I enclosed എന്താണ്? ഇവിടെ I എന്ന കറണ്ട് ആണ് അകത്തൂടെ കടന്നു പോണത്. സോ I നിട്ടാ പോരെ, I enclosed വാല്യൂ എത്രയാണ്? I തന്നെയാണ്. ഓക്കെ ആണോ? സോ I enclosed ഇവിടെ I ആണ്. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെ നോക്ക്. ഈ ബി ഡോട്ട് ഡി എൽ അതിന്റെ മീനിങ് എന്താണ് മക്കളെ? ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ബി ഡി എൽ കോസ് തീറ്റ എന്നാണ്. ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബി ഡി എൽ കോസ് തീറ്റ എന്നാണ്. സോ നിങ്ങൾ പറയും, സാർ എന്താണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പറയും മക്കളെ, തീറ്റ എന്ന് പറഞ്ഞാൽ ബിയും ഡിക്കും ഇടയിലുള്ള ബിക്കും ഡി എല്ലിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ആണ്. ശരിയാണോ? കറണ്ട് കാര്യം കണ്ടിട്ട് കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിച്ചു നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. പക്ഷേ ഇവിടെയാണെങ്കിലോ ഔട്ട് ദ പ്ലെയിൻ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇവിടെ എങ്ങനെയാണ്? ഔട്ട് ദ പ്ലെയിൻ ആണ്. ശരിയാണോ? സോ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കടന്നു പോകുന്നത് എങ്ങനെയാണ്? അകത്തേക്കാണ്. ഇവിടെ എങ്ങനെയാണ്? പുറത്തേക്കാണ്. ഇനി ഇവിടുത്തെ ഡി എൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ സെക്ഷനിലെ ഡി എൽ നോക്കിക്കഴിഞ്ഞാൽ ഡി എല്ലും അകത്തേക്കാണ് പോണത്. സോ ഇവിടെ ആരും അകത്തേക്ക് പോകുന്നുണ്ട്? ആ ഡി എല്ലും അകത്തേക്കാണ് പോണത്. അതുപോലെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും അകത്തേക്കാണ് പോണത്. സോ ഡി എല്ലും ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങോട്ടാണ്. സോ ആംഗിൾ എന്ന് പറഞ്ഞത് 0 അല്ലേ? ആണ്, 0 ആണ്. സോ ഡി എല്ലും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 0 ആണ്. സോ കോസ് 0 എത്ര മക്കളെ? കോസ് 0 1 ആണ്. സോ കോസ് 0ക്ക് പകരം പറയാം 1. സോ എനിക്ക് ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. ഇന്റഗ്രൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ബി ഡി എൽ കോസ് തീറ്റയാണ്. സോ എനിക്ക് ബി ഡി എൽ എന്ന് പറഞ്ഞാൽ മതിയാകും. ശരിയാണോ? കോസ് തീറ്റന്റെ വാല്യൂ എത്രയായിട്ട് മാറി? 1 ആയിട്ട് മാറി. സോ വിച്ച് ഈസ് ഈക്വൽ ടു mu 0 ടൈംസ് ഓഫ് I. ഇനി നമുക്ക് ബി എ പുറത്തെടുക്കാം. ബി എ ഞാൻ പുറത്തെടുത്തു. ഇന്റഗ്രൽ ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു mu 0 ടൈംസ് ഓഫ് I. മക്കളെ എന്താണ് ക്ലോസ്ഡ് ഇന്റഗ്രലിന്റെ മീനിങ്? എവിടെ തുടങ്ങുന്നോ അവിടെ അവസാനിക്കണം. സോ ആരുടെ ഇന്റഗ്രേറ്റർ എടുക്കേണ്ടത്? നമ്മൾ ഡി എൽ, അതായത് ആംപിയർ ലൂപ്പിന്റെ ഒരു ചെറിയ സെക്ഷൻ ഉണ്ട് ഡി എൽ, അതിനെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇതിന്റെ മീനിങ് എന്താണ്? ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് എന്നാണ് ഇതിന്റെ മീനിങ്. ഇതിന്റെ മീനിങ് എന്താണ്? ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത്. നോക്ക്, ഈ ചെറിയ ഡി എൽ എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യും? ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് കിട്ടും. അതായത് ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് എത്ര മക്കളെ? 2πr. കാര്യം ഈ റേഡിയസ് നമ്മൾ r ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ നമ്മൾ കറണ്ട് കാര്യം കണ്ടക്ടറിൽ നിന്നും പിയിലേക്കുള്ള അകലം r എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ r എന്താണ്? നമ്മുടെ ആംപിയർ ലൂപ്പിന്റെ റേഡിയസ് ആണ്. അങ്ങനെയെങ്കിൽ ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് എത്ര മക്കളെ? നിങ്ങൾ പറയും ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് എത്രയാണ്? 2πr ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം b into 2πr which is equal to mu 0 times of I.
സോ കിട്ടും ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ ഡിവൈഡ് ബൈ 2πr. സോ നമുക്ക് ആരുടെ വാല്യൂ കിട്ടി? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. സോ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? നിങ്ങൾ പറയും സാർ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് μ0 ഐ ഡിവൈഡ് ബൈ 2πr ആണ്. ഡയറക്ഷൻ പറഞ്ഞ് അകത്തേക്കാണ്. അകത്തേക്ക് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കെ ക്യാപ്പ് ആണ്. ശരിയാണോ? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? സോ ഒരു വെക്ടർ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ബി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എന്ന് പറയും μ0 ഐ ഡിവൈഡ് ബൈ 2πr. ഇനി എന്താണ്? കെ ക്യാപ്പ് ആണ്. എന്തുകൊണ്ടാണ് കെ ക്യാപ്പ് ആയത്? അകത്തേക്കാണ്. സോ അകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കെ ക്യാപ്പ്. ഓക്കെ ആണോ? സോ ഇതിന് വെക്ടർ ഫോം പറഞ്ഞാൽ അങ്ങനെ പറയാം, അല്ല നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഓക്കെ ആണോ? സോ ഇവിടെ ഡി എല്ലും അതുപോലെ ആണെങ്കിൽ നമ്മുടെ ബി നമ്മുടെ ആംഗിൾ എത്രയാണ്? അത് 0 ആണ്. നമുക്ക് ബിയും അങ്ങോട്ടാണ്, അതുപോലെ ഡി എല്ലും അങ്ങോട്ടാണ്. സോ എന്താണത്? 0 ആയിപ്പോയി. ഓക്കെ ആണോ? കാര്യങ്ങൾ മനസ്സിലായോ? ശരി. ഇനിയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് നോക്കാം. സോ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ബിയും ആറും തമ്മിലുള്ള ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങോട്ടേക്ക് വരുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ആറിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബി ക്രമമായി കുറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. സോ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിക്കേണ്ടതെന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി അല്ലേ? നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പോയിന്റുകളും എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്ന വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഓരോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷനെ പറ്റി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.